നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ ഉള്ള വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, കേരള ഗവൺമെന്റ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രിയദർശിനി പദ്ധതി എന്നുള്ള രീതിയിൽ നടപ്പാക്കിയവരെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്. സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും നഗരങ്ങളിലേക്ക് ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 21 രൂപയാണ് യാത്രാക്കൂലിയായിട്ട് ബസ്സിൽ മുടക്കുന്നത്. അപ്പൊ ഇപ്പൊ KSRTCക്ക് വരുമ്പോൾ നീക്കി വെക്കാൻ അധികം പൈസയൊന്നും ഉണ്ടാവാറില്ല മിക്കവാറും. അപ്പൊ ഈ പൈസയിലും മാറ്റിവെച്ച എന്തെങ്കിലും ഒരു സമ്പാദ്യം പോലെ ആക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ഈ ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഏതാണ്ട് ആ ചേച്ചിക്ക് ഒരു ദിവസം 40 രൂപ വണ്ടിക്കൂലിക്കുണ്ട്. നമ്മൾ വണ്ടിക്കൂലി കൊടുക്കണം. നമുക്കറിയാം, ഈ നഗരപ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ചേച്ചിമാര് പെങ്ങന്മാരും ഒക്കെ ജോലിക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 200 രൂപയോളം യാത്രാ ചെലവ് ഉണ്ടാവും. അപ്പോൾ ഒരു മാസം ഒരു 5 ആഴ്ച ഉണ്ടെങ്കിൽ ഏകദേശം 1000 രൂപ ചെലവാണ്. അപ്പൊ ഇത് എങ്ങനെ മാറ്റിവെക്കാം? ഇത് പ്രധാനമായിട്ടും നമുക്കറിയാം 10,000 അല്ലെ 15,000 20,000 രൂപയൊക്കെ കിട്ടുന്ന വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ, അവർ എക്സ്ട്രാ ഒരു വരുമാനം കണ്ടെത്താൻ ഇങ്ങനെ ജോലിക്ക് വരുന്നവർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്. ഇതെങ്ങനെ ഒരു നിക്ഷേപ അവസരമാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, KSRTCയിൽ മിനിമം ചാർജ് 10 രൂപയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് 20 രൂപ വരും. അപ്പൊ 5 ദിവസം യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 100 രൂപ ചെലവാകും. അപ്പൊ ഈ KSRTCയിൽ ഈ ബസ് ഉപയോഗിച്ചാൽ, ഏതാണ്ട് സെലക്ടഡ് ബസ്സുകളിലേ ഉള്ളൂ എങ്കിൽ പോലും ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരാഴ്ച 100 രൂപ സേവ് ചെയ്യാൻ പറ്റും. പലർക്കും ഈ 100 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അല്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും 10,000-വും 15,000-വും കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 100 രൂപ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു കവർ പാലിന് 30 രൂപയാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 3 ദിവസത്തെ പാലിനുള്ള പൈസയുണ്ട് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഇതിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം 5%, 6% ഒക്കെ കിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ വഴിയിൽ എങ്ങനെ നമുക്ക് നിക്ഷേപിക്കുക എന്ന് പറയാം. ഇപ്പൊ SIP എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഒരു ചെറിയ തുക എല്ലാ ദിവസവും അല്ലെ എല്ലാ ആഴ്ചയും അല്ലെ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയിൽ ഈ തുക കയ്യിൽ കരുതിയിട്ട് നമുക്ക് ഇടാം. എല്ലാവർക്കും മൊബൈലുണ്ട്. അപ്പൊ മൊബൈൽ വഴി, ആൻഡ്രോയിഡ് അല്ലാത്ത അല്ലെ മൊബൈൽ ഇല്ല എല്ലാവർക്കും. അപ്പൊ ആ മൊബൈൽ വഴി സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ദിവസം 20 രൂപയ്ക്ക് സ്വർണം മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 20 രൂപയ്ക്ക് വെള്ളി മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 20 രൂപയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലുള്ള ഒരുപാട് ചെറിയ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ നമുക്കിത് ലഭ്യമാണ്. പക്ഷെ എല്ലാവർക്കും ഇത് അറിയില്ല. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പബ്ലിക് ആയിട്ട് നമുക്ക് ഇതിന്റെ പേരെടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, സെബിയുടെ ഒക്കെ റെഗുലേഷൻ പ്രകാരം. അപ്പൊ ഇതിനകത്ത് വിളിച്ചാൽ മതി. ഇതിനാകെ വേണ്ട നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് പോലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഇനി ബാങ്കിൽ നിങ്ങൾ RD ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു 100 രൂപ വെച്ച് റെക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെ അല്ലെ പോസ്റ്റ് ഓഫീസിൽ ഇട്ടാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു മാർഗ്ഗമാണ്. അതല്ലാതെ നമുക്ക് ഒരു മൊബൈൽ വഴി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 1-2 മാർഗ്ഗങ്ങളാണ്. ഒന്ന് ETF-കൾ എന്ന് പറയും, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ. ഇതിലൂടെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു 30 രൂപയുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ETF-കളുണ്ട്. മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ ഇതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് 3-4 വർഷമൊക്കെ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വീക്കിലി 100 രൂപ സേവ് ചെയ്യുന്ന ഒരാൾ ഒരു വർഷമാകുമ്പോൾ ഏതാണ്ട് 5,200 രൂപ, 52 ആഴ്ചയാണല്ലോ, 5,200 രൂപ നമ്മൾ അടയ്ക്കുന്നു. 12% റിട്ടേൺ കിട്ടി 5,500 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. ഇപ്പൊ 2 വർഷമാണെങ്കിൽ 10,400 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. 11,766 രൂപ അതിന്റെ ഒരു റിട്ടേൺ ആയിട്ട് കിട്ടും. ഇനി 5 വർഷമാണെങ്കിൽ അത് ഏതാണ്ട് 26,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു 35,000 രൂപയായിട്ട് കിട്ടും. ഇനി അത് 10 വർഷത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് 1 ലക്ഷത്തിനടുത്ത് നമുക്ക് ഒരു സമ്പാദ്യമായിട്ട് കയ്യിലുണ്ടാവും. ഇതാണ് ഇതിന്റെ സമ്മറി. ഇനി 500 രൂപ വെച്ച് ഒക്കെ ആഴ്ചയിൽ ഇടാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഊഹിക്കുക, ഇതിനപ്പുറമുള്ള റിട്ടേൺ കിട്ടും. നമ്മൾ സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറയുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ETF-കൾ ഇടുക, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടുകൾ 100 രൂപ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇത് നിങ്ങൾ ETF-കൾ, ഞാൻ എടുത്തു പറഞ്ഞ ETF-കൾക്ക് ചെലവ് വളരെ കുറവാണ്. അപ്പോൾ ETF-കൾ നോക്കുക. ഡിമാറ്റ് അക്കൗണ്ട് മാത്രം മതി. വലിയ ചെലവൊന്നും ഇല്ലാത്ത ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഡയറക്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വീണ്ടും ചെലവ് ലാഭിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരുടെ സപ്പോർട്ട് വേണം, നിങ്ങൾ റെഗുലർ ആയിട്ട് നോക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ 50 രൂപയൊക്കെ ഉള്ള നല്ല സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണ്. പൈസ അതിലും നല്ലത് നമ്മൾ ബാസ്ക്കറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി അതല്ലാതെ വേറെ പല മാർഗ്ഗങ്ങളും ഉണ്ട്. REIT എന്നൊക്കെ പറയുന്ന ഈ പൈസയ്ക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളുണ്ട്. ഞാൻ അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഓർക്കുക, ഒന്നെങ്കിൽ നിങ്ങൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ ETF-കൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അതായിട്ട് ഇടുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ചു ചോദിക്കുക. അപ്പൊ നമുക്ക് സാമ്പത്തിക സാക്ഷരതയാവും, ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റും ആവും. ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. അതിന് കൃത്യമായിട്ട് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിനെ ശ്രമിക്കുക, സമ്പാദ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.